കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സംഗീതങ്ങളുടെ പുസ്തകം 62-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ, എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, എൻ്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു എന്ന്. പ്രിയ ദൈവമക്കളെ, സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ മനസ്സിനോട്, തൻ്റെ ആത്മാവിനോട് പറയുകയാണ്, നീ മൗനമായിരിക്കുക, എൻ്റെ പ്രത്യാശ യഹോവെങ്കിൽ നിന്ന് വരുമെന്ന്. പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ആകുലതകൾ മനുഷ്യന് വരിക അത് പതിവാണ്. പ്രിയ ദൈവമക്കളെ, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ശരീരം അങ്ങ് ആകെ തളർന്നു പോകും. നമുക്ക് എണീറ്റൊന്ന് ചെയ്യുവാനോ അല്ലെങ്കിൽ ഒന്ന് പ്രവർത്തിക്കുവാനോ പറ്റാത്ത വിധം നാം ഇരിപ്പിലിരുന്ന് പോകും. പക്ഷേ ആ ഒരു ഇരുന്നാലും നമ്മുടെ മനസ്സുകളും ചിന്തകളും പലവിധമായി ചിന്തിച്ച് കാട് കയറാറുണ്ട്. ഞാൻ എവിടെ നിന്നാണ് കുറേ പണം വാങ്ങി ഞാൻ ഈ പ്രശ്നത്തിൽ നിന്ന് ഞാൻ മറികടക്കും, അല്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ വന്ന ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് ഞാൻ എങ്ങനെ മറികടക്കും, അല്ലെങ്കിൽ ഞാൻ ആരോടൊരു സഹായം ചോദിക്കണം, അല്ലെങ്കിൽ എനിക്കായി ആര് സഹായിക്കും എന്നൊക്കെ പലവിധമായ ചിന്താകുലങ്ങളും അന്ന് നമ്മെ അടിമപ്പെടുത്താറുണ്ട്. പക്ഷേ ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞാൽ തൻ്റെ ആത്മാവിനോട് പറയാണ്, നീ കർത്താവിനെ നോക്കി മൗനമായിരിക്കുക എന്ന് തൻ്റെ ആത്മാവിനോട് പറയുകയാണ്. പ്രിയ ദൈവ പൈതലേ, നമുക്ക് കഷ്ടങ്ങൾ അധികം വരുമ്പോൾ പ്രാർത്ഥനയോടെ മൗനമായി എന്ന് പറഞ്ഞാൽ അതിനുള്ള പോംവഴി നാം ചിന്തിക്കാതെ പ്രാർത്ഥനയോടെ മൗനമായി ഇരിക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് നാം കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഒരിക്കൽ ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചു. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന പല കഷ്ടപ്പാടുകൾക്കും നമ്മൾ അന്ന് എത്രത്തോളം പ്രാർത്ഥിക്കുവാനോ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാനോ ഉള്ള അറിവ് ഞങ്ങൾക്കില്ലായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെ ഇരുന്ന് ആലോചിച്ച് അതിനൊരു പ്രതിവിധി എടുക്കും. അതങ്ങനെ ചെയ്യാം, ഇങ്ങനെ അല്ലെങ്കിൽ അവരോട് കുറേ കടം വാങ്ങാം, ഇവരോട് വാങ്ങാം എന്ന് ഞങ്ങൾ ചിന്തിച്ച് ഞങ്ങൾ അധികമായി കടഭാരത്തിൽ മുങ്ങിയ ദിവസങ്ങളുണ്ട്. പക്ഷേ അന്ന് മൗനമായി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു എങ്കിൽ നിർബന്ധം ദൈവം നമുക്ക് മറുപടി നൽകി തരുമായിരുന്നു. 2013 ഞങ്ങൾ വീട് വയ്ക്കാൻ ആരംഭിച്ചപ്പോൾ കർത്താവ് എന്നെ കൊള്ളിച്ച് പറയിച്ചു, ഞാൻ ഇരപ്പിയല്ല, ഞാൻ ആരോടും 1 രൂപയും കടം വാങ്ങത്തില്ല എന്ന്. അപ്പോൾ അങ്ങനെ ദൈവം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം ഒരു വചനം എനിക്ക് തരികയും ചെയ്തു. പ്രിയ ദൈവ പൈതലെ, അതിനുശേഷം ഞങ്ങൾ 1-2 ലോൺ എടുത്തിട്ടുണ്ടെങ്കിലും അധികം ആരോടും ഞങ്ങൾ കടം ചോദിച്ച് നടന്നിട്ടില്ല. കടം വാങ്ങുവാൻ ദൈവം ഇടവെച്ചിട്ടില്ല. ഇന്ന് എൻ്റെ വരുമാനം നിന്നിട്ട് വർഷം 3.5 കഴിഞ്ഞു എങ്കിലും ഇതുവരെയും ഞാൻ ആരോടും 1 രൂപയും കടം വാങ്ങാതെ എൻ്റെ ആവശ്യങ്ങളെ നടത്തിയിരിക്കുന്നു. ഇപ്പോഴെനിക്കറിയാം, മൗനമായി ദൈവസന്നിധിയിൽ കാത്തിരുന്നാൽ പല ക്വസ്റ്റ്യനും ആൻസർ കിട്ടും എന്ന്. ആ ഒരു അനുഭവത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ അതിന് പ്രതിവിധി അന്വേഷിച്ച് നടക്കാതെ ദൈവസന്നിധിയിൽ മൗനമായി ഇരിക്കുകയാണെങ്കിൽ കർത്താവ് നിങ്ങളെ നിർബന്ധമായിട്ടും നടത്തും. അങ്ങനെ ഇരുപ്പാൻ ദൈവം നിങ്ങൾ കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കുക. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, ദൈവമേ, ഈ മെസ്സേജ് ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്ന അങ്ങയുടെ പൈതലിന് അപ്പൻ്റെ കരങ്ങൾ തരുന്ന കർത്താവേ, ഈ ലോകത്തിൽ കർത്താവ് ഒരു ദിവസം പോലും മുമ്പോട്ട് ജീവിക്കുവാൻ എന്നെക്കൊണ്ട് ഇനി കഴിയത്തില്ല. ഞാനിനി എന്ത് ചെയ്യണമെന്ന് കർത്താവെ പലവിധമായ നഷ്ടങ്ങളുടെ മത്തിയിൽ, വേദനകളുടെ മത്തിയിൽ, ഇഴപ്പുകളുടെ മത്തിയിൽ, കർത്താവ് കടഭാരത്തിൻ്റെ മത്തിയിൽ കണ്ണുനീരോടെ ഇരിക്കുന്ന ഈ വ്യക്തിയെ അപ്പൻ്റെ കരങ്ങൾ തരുന്ന കർത്താവേ, മുമ്പോട്ട് പോകുവാനുള്ള ഒരു പാത ഈ പൈതങ്ങൾക്ക് കാണിച്ചു കൊടുക്കണമേ. അതുമല്ല, അങ്ങയുടെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് മൗനമായി ഇരുന്ന് അങ്ങയെ ആരാധിപ്പാൻ, അങ്ങയെ സ്തുതിപ്പാൻ, അല്ലെങ്കിൽ അങ്ങയോട് ഒരു പ്രതിവിധി ചോദിച്ച് മൗനമായിരിക്കാൻ തക്കമുള്ള ഒരു സഹിഷ്ണുത ഇവരുടെ ജീവിതത്തിൽ എൻ്റെ ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് നന്മ പ്രാപിച്ച് അങ്ങയുടെ രാജ്യത്തിൽ വന്നെത്തുവാൻ ഓരോരുത്തരെ അങ്ങയുടെ കരം പിടിച്ച് നടത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനാ കൃപയോട് കേട്ട് മറുപടി നൽകി തരണം. നല്ല പിതാവേ, ആമേൻ.